ഞാനൊരു രഹസ്യം പറയട്ടെ. വെളുപ്പിന് എഴുന്നേറ്റ് പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് കേട്ടോ. പക്ഷേ വെളുപ്പിന് 3:30 മണിക്കുള്ള കുളി അത് കുറച്ച് പാട് തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല മഞ്ഞുള്ള വെളുപ്പാൻ കാലത്ത്. ഇനി ആ രഹസ്യം എന്താണെന്നല്ലേ? ശരിക്കും ആ സമയത്തെ എന്റെ ഒരേ ഒരു മോട്ടിവേഷൻ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ. വർഷങ്ങളായി വെളുപ്പിന് 2:30 മണിക്ക് എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന ഒരു പാവം പോറ്റിയപ്പൂപ്പന്റെ കടയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. രാവിലെ 4 മണി മുതൽ ചായയും 5 മണി മുതൽ ചൂടോടെ നല്ല ദോശയും അപ്പവും പൂരിയും ഇഡലിയും ഒക്കെ ഇവിടെ കിട്ടും. പൂരിയുടെ കൂടെ കിട്ടുന്ന ആ കിഴങ്ങ് കറി അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. ചൂടോടെ ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കൂടാതെ നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും പരിപ്പുവടയും മുളക് ബജിയും ഒക്കെ നല്ല രുചിയാണ് ഇവിടുത്തെ. ഇതിന്റെ കൂടെ അപ്പൂപ്പന്റെ ആ അടിച്ച ചായ അതുകൂടി ആകുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. രാവിലെ 4 മണി മുതൽ തുടങ്ങുന്ന കട 9:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ഇവിടുത്തെ സമയം. നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. സോ ഒരുവിധം ഇഡലിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൂപ്പൻ രാവിലത്തെ തിരക്ക് ഒഴിയുമ്പോൾ അടുത്തു തന്നെയുള്ള ബ്രാഹ്മിൺസിന്റെ ഒരു അന്നദാനപുരയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ചോറാണ് പുള്ളിയുടെ ഉച്ചഭക്ഷണം. 2 പെൺമക്കൾ ഉള്ളതിനെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം വാർദ്ധക്യത്തിലും ശാരീരിക അവശതകൾ വകവയ്ക്കാതെ സ്വന്തമായി അധ്വാനിക്കുന്ന അപ്പൂപ്പൻ നമുക്കൊക്കെ ഒരു മാതൃക തന്നെയാണ് കേട്ടോ. അപ്പൂപ്പന് കൈസഹായത്തിനായി ഇവിടെ 2 പേരുമുണ്ട്. ഞാൻ എപ്പോ പോയാലും ചിരിച്ചുകൊണ്ട് എന്നോട് സ്നേഹത്തോടെ അകത്ത് കയറി വിളമ്പി കഴിക്കാൻ പറയും. നിങ്ങളും ഈ വഴി വരുവാണെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കൂട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. ഈ കട സ്ഥിതി ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.